ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല മനോഹരമായ ഇതുപോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. അമ്പലക്കെട്ട് വരുന്നുണ്ട്. ഇതാണ് തങ്ങളപാറ കേട്ടോ. തങ്ങളപാറ ഞങ്ങൾ ഫുള്ളായിട്ട് കയറിയില്ല. ഞങ്ങൾ കുറച്ച് കയറിയാണ് ഞങ്ങൾ ഉള്ളിയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സാരഥി അറിയാമല്ലോ. ഞങ്ങളടുത്ത ലക്ഷ്യമാക്കി നമ്മുടെ വാഗമൺ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. വാഗമൺ വന്നപ്പോഴത്തേന് മഴക്കാറുണ്ടായിരുന്നു, നല്ല മഴക്കാറായിരുന്നു. അതുകൊണ്ട് തന്നെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നോക്കാം, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. ഞങ്ങളവിടെല്ലാം വീഡിയോ ഒക്കെ കുറേ എടുത്തു. ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ് നടന്ന സ്ഥലമാണ് വാഗമൺ എന്നുള്ള. എവിടെ ഫ്രെയിം വെച്ചെന്ന് പറഞ്ഞാലും ആ ഫ്രെയിമിനെല്ലാം നല്ല ഇതാണ്. അത്ര മനോഹരമായൊരു ഇതാണ്. ആ ഒരു വ്യൂ കുറച്ച് ഇതേ ഉള്ളൂ. പക്ഷെ എന്നാലും വാഗമൺ അത്ര മടുക്കത്തില്ല. എത്രയോ പ്രണയങ്ങളുടെയും മരച്ചുറ്റി പ്രണയങ്ങളുടെയൊക്കെ ഇതാണ് വാഗമൺ എന്ന് എല്ലാവർക്കും അറിയാം. അത് ഞാനായിട്ട് തന്നെ അറിയാം. ഓരോ മരത്തിൻ്റെ കീഴിൽ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് എത്രയോ ആൾക്കാർ എത്രയോ പ്രണയങ്ങളിൽ ഇരുന്ന് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പരുന്തുംപാറ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല സമയമായിരുന്നു. എന്നാൽ വെച്ചാൽ കോടമഞ്ഞ് വീണ് അപ്പോൾ ആകാശവും അറിയത്തില്ല, ഭൂമി എവിടെയാണെന്നും അറിയത്തില്ല. അതുപോലെ ഡേഞ്ചർ സ്ഥലങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. 5 മണി കഴിഞ്ഞാണ്. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുപോലെ അത്ര കോടമഞ്ഞ് വീണ് നടക്കുന്ന സമയത്താണ് പരുന്തുംപാറയ്ക്ക്. രാവിലെയും ഇതുകൊണ്ട് തന്നെയാണ്. രാവിലെ പരുന്തുംപാറയ്ക്ക് ഒരു 10 മണിക്ക് ഉള്ളിൽ ചെന്നാൽ ഏറ്റവും നല്ലതാണ്. അല്ലെ പിന്നെ വൈകിട്ടിയാണ്. ഏതായാലും ഞങ്ങളെ ഭാഗ്യപ്പെട്ടാണെന്ന് അറിയത്തില്ല. അത് ഇവരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. ആദ്യമായിട്ടേ ഈ കാഴ്ചയൊക്കെ കാണുന്നത്. എല്ലാം ഭയങ്കര കൊക്കെ ഇവിടെ ഇതൊന്നും അറിയത്തില്ല. അതുപോലെ ഉള്ള അത്രമാത്രം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു സമയം. നമുക്ക് കാണാം. ഇതെല്ലാം ശരിക്കും കൊക്കെയാണ്. ആ കൊക്കൊക്കെ നമുക്ക് കാണാനേ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. ആൾക്കാർ ഓർക്കുന്നു അതെല്ലാം മറ്റേ ഇതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ പകലൊക്കെ പോയാൽ അതിൻ്റെ ഇതറിയത്തില്ല എത്രമാത്രം അഗാധമായ ഗർഭമാണ് എന്ന് നമുക്കറിയാൻ പറ്റും. കച്ചവടമൊക്കെ പൂരമാണ്. ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാവരും ആ ഒരു ആഘോഷത്തോടെ ആ ഒരു ആഹ്ലാദിക്കുകയാണ് ആ ഒരു സമയം. ആയുർവേദ സഞ്ജീവനി ആയുർവേദിക് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു സമയം കൊണ്ട് നമ്മളെ അടുത്തിരിക്കുന്ന ആരാധന വരില്ല. അതുപോലെ അത്ര മനോഹരമായ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്
ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു പരുന്തുംപാറ നിങ്ങൾ പോകണം. നമ്മുടെ ഒരു അടുത്തുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കലും മാറി ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഇതുമാണ്. നമ്മൾ ഗവൺമെൻറ് ഇതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാൽ പോലും നല്ലൊരു വൈബുള്ള ഒരു ആൾക്കാരെല്ലാം മൂണകൾ വന്ന് ഉല്ലസിക്കുന്ന ഒരു സ്ഥലമാണ് പരുന്തുംപാറ. അന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര ആൾക്കാരായിരുന്നു. ഭയങ്കര ആൾക്കാരെന്ന് ഭയങ്കര തിരക്ക് വരുന്നത്. അപ്പം കയറുന്ന ആൾക്കാരുണ്ട്, പോകുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഇത് കാണാൻ അത് കണ്ടു കഴിയുമ്പോൾ മഞ്ഞ് ഇത്രയും മാത്രം കണ്ടു കഴിയുമ്പോഴത്തേന് ആൾക്കാർക്ക് ഭയങ്കര ഇതാണ്. അതൊരു എന്താ പറയണ്ടേ, അതിന് ഒരു എല്ലാ ആൾക്കാരും ഹോസ്പിറ്റലായി അത്ര വൈബ് ആയിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം ഒരു നിമിഷം നമ്മളെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ മഞ്ഞ വന്ന് കുടമഞ്ഞ് വീണിരിക്കും. കൊക്കയെവിടാ കുഴിയെവിടാ, പിന്നെ അതുകൊണ്ടുള്ള ആ ഒരു അത് കാണുമ്പോൾ അറിയാം, ദൃശ്യത്തിൽ കാണുമ്പോൾ അറിയാം. നല്ലൊരു ഭയങ്കര വൈബായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും.